വാളകം ഗ്രാമപഞ്ചായത്തിലെ കുന്നക്കാലിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് തെരുവുനായ വ്യാപകമായി ആക്രമിച്ചത്. ഒടുവിൽ തെരുവുനായയെ നാട്ടുകാർ പിടികൂടുകയും ചെയ്തു. പരിക്കേറ്റവർ ആശുപത്രികളിൽ ചികിത്സ തേടി. മൂവാറ്റുപുഴ നഗരത്തിൽ പേപ്പട്ടിയുടെ ആക്രമണത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസമാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. കുന്നക്കാലിൽ അതിഥി തൊഴിലാളിയെ ആക്രമിച്ചുകൊണ്ടായിരുന്നു തുടക്കം. പിന്നീട് പീച്ചാട് പോളിന്റെ വീട്ടിൽ നിൽക്കുകയായിരുന്ന കടാതി മൂത്തേടത്ത് കുരുവിളയെ കടിച്ചു. വീട്ടുകാർ ബഹളം വച്ചതോടെ പാഞ്ഞ നായ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന എടപ്പംകുന്നത്ത് സജി നാരായണനെയും ആക്രമിച്ചു. കടാതി സ്വദേശിനി ഗ്രേസിയെയും നായ ആക്രമിച്ചു. തൊഴിലുറപ്പ് തൊഴിലിന് പോവുകയായിരുന്ന കുന്നക്കാൽ ലക്ഷം വീട്ടിലെ തങ്കയെ പിന്തുടർന്ന് കടിച്ചു. കൂടെയുണ്ടായിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെയും തെരുവുനായ ഓടിച്ചെങ്കിലും ഇവർ ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് നായ CTC കവലയിലെ ചായക്കടയിൽ കയറി ചായ കുടിച്ചുകൊണ്ടിരുന്ന സാജൻ മാത്യുവിനെ ആക്രമിച്ചെങ്കിലും വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഇതോടെ നാട്ടുകാർ സംഘടിച്ച് തെരുവുനായയെ പിന്തുടർന്നു. വീടുകളിൽ പൂട്ടിയിട്ട വളർത്തുനായയെയും കോഴികളെയും തെരുവുനായ ആക്രമിച്ചു. നാട്ടുകാർ ചുറ്റും കൂടിയതോടെ കൂടുതൽ ആക്രമണകാരിയായി. ആക്രമണം തുടർന്നതോടെ സ്ഥലത്തെത്തിയ പാറക്കാട്ട് PM മധുമോഹൻ തെരുവുനായയെ പിടികൂടാൻ ശ്രമിച്ചു. സുരക്ഷാ സംവിധാനമൊന്നുമില്ലാതെ നായയെ പിടികൂടാനുള്ള ശ്രമത്തിൽ മധുമോഹന്റെ കയ്യിലും കാലിലും ശരീരമാകെയും കടിയേറ്റു. കടിയേറ്റെങ്കിലും മധുമോഹൻ നായയെ ബലം പ്രയോഗിച്ച് കീഴടക്കി. മധുമോഹനെ സഹായിക്കാനെത്തിയവർക്ക് നേരെയും നായയുടെ ആക്രമണമുണ്ടായി. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.